നമുക്ക് പരസ്പരം അഭിവാദ്യം ചെയ്യാം. നമസ്തേ. നമ്മുടെ ധ്യാന വിചിന്തനങ്ങളുടെ മൂന്നാമത്തെ രാവാണിത്. ഒന്നാം ദിവസം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്തു നമ്മുടെ തന്നെ ഒരു സാധ്യതയാണെന്ന്. ക്രൈസ്റ്റ് ഈസ് അവർ പോസിബിലിറ്റി. ഒരാൾക്ക് സ്വപ്നം കാണാവുന്ന ഏറ്റവും നല്ല സാധ്യത. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമുള്ള മനുഷ്യരെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. യേശുവിൻ്റെ ഗന്ധമുള്ള മനുഷ്യർ, എങ്ങും അലഞ്ഞു പോകണ്ട, നമുക്കിടയിലുണ്ട് അങ്ങനെ യേശുവിൻ്റെ ഗന്ധമുള്ള മനുഷ്യർ. രണ്ട്, ഇന്നലെ സന്ധ്യയിൽ നമ്മൾ കണ്ടത് കുറേ കൂടി ഈർപ്പമുള്ള മനുഷ്യരായിട്ട് നിലനിൽക്കാൻ പറ്റും. ഒരടിസ്ഥാന നനവും കരുണയുമൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് ജീവിച്ചു തീർക്കാവുന്നതാണ് ഈ ചെറിയ ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്കിനെ ഗൗരവമായിട്ട് എടുത്തത്. വിശ്വസിക്കുന്നവരുടെ ചങ്കിൽ നിന്ന് നദിയൊഴുകും. വിശ്വസിക്കുന്നവരുടെ ചങ്കിൽ നിന്ന് നദിയൊഴുകും. കുറേ നനവുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം, അവരുടെ പരിസരങ്ങൾ ഉണ്ടാക്കുന്ന വ്യത്യാസം, അതൊക്കെ കണ്ടും അനുഭവിച്ചും തന്നെ അറിയണം. ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു മൂന്നാം ദിവസത്തിൽ യേശുവിൻ്റെ അന്ത്യമൊഴികളെ ഓർമ്മിക്കാം. മടങ്ങിപ്പോകുമ്പോൾ യേശു എന്താണ് പറഞ്ഞത്? വലിയ പുസ്തകങ്ങൾക്ക് ഒരു പോക്കറ്റ് എഡിഷൻ എന്നൊരു സംഭവമുണ്ട്. തിക്ക് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ. പക്ഷെ അതിൻ്റെ ഒരു പോക്കറ്റ് എഡിഷൻ എന്ന് പറയുന്നത് കുഞ്ഞൊരു പുസ്തകമായിരിക്കും. അങ്ങനെയെങ്കിൽ യേശു പറയാൻ ശ്രമിച്ച മുഴുവൻ കാര്യങ്ങളുടെയും ഒരു പോക്കറ്റ് എഡിഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് യേശുവിൻ്റെ അവസാനത്തെ 7 മൊഴികൾ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു നോയമ്പ് കാലത്തിലേക്കൊക്കെ വൈകാതെ നമ്മൾ പ്രവേശിക്കും. ആ ദിവസങ്ങളിൽ ഒരു 7 ആഴ്ചയുണ്ട് നമുക്കറിയാം. നോയമ്പിൽ ഓരോ ആഴ്ചയിലും ഇങ്ങനെ യേശുവിൻ്റെ ഓരോ മൊഴി ഓർമ്മിച്ചാൽ നല്ലതാണ്. അത് ആ നോയമ്പിങ്ങനെ കുറേ കൂടി അർത്ഥപൂർണമാക്കും. ഒരാഴ്ചയെങ്കിലുമൊക്കെ വേണം ഒരാളൊരു കാര്യത്തേക്ക് ഓർമ്മിച്ച് നടക്കാൻ. അപ്പം അതിനൊരു അനുശീലനമെന്നോ ഓർമ്മപ്പെടുത്തലെന്ന നിലയിൽ നമുക്കിന്ന് ആ യേശുവിൻ്റെ 7 മൊഴികളെ ഒന്ന് വേഗത്തിൽ കാണാമെന്നാണ് കരുതുക. ലോകത്തെല്ലായിടത്തും എല്ലാവരും ചോദിക്കുന്നൊരു കുഞ്ഞു ചോദ്യമുണ്ട്. അവസാനം അയാൾ എന്തു പറഞ്ഞു? വിഷമം പിടിച്ച ഉദാഹരണമാണ്, എന്നാൽ പോലും അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്ക് അവരുടെ അപ്പനോ അമ്മയോ ഒക്കെ മരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കാനായിട്ടുള്ള അവസരമോ ഭാഗ്യമോ ഉണ്ടാവില്ല. വിശേഷിച്ചും സ്ത്രീകൾക്ക്. ഇവരൊക്കെ അറിഞ്ഞ നമ്മൾ ഓടിച്ചെല്ലുകയാണ് ഒരു സാധാരണ നടപ്പ് രീതി. എല്ലാത്തിലും പങ്കുചേർന്ന് ഒടുവിൽ മനസ്സിനൊക്കെ ഇത്തിരി ശാന്തമാകുമ്പോൾ ലോകത്തേതൊരു മകനോ മകളോ ചോദിക്കുന്നൊരു കുഞ്ഞു ചോദ്യമുണ്ട്. അവസാനം അപ്പൻ എന്നാ പറഞ്ഞു? ഇതിന് ലോകത്തെല്ലായിടത്തും ഒരു സംസ്കൃതചിത്തരായ സമൂഹം വലിയ മൂല്യം കൊടുക്കുന്നുണ്ട്. ഒടുവിലത്തെ മൊഴി. കുറേ കാലം മുമ്പ് ഒരു കുട്ടി ഇങ്ങനെ റോഡ് കുറുകെ കിടക്കുകയായിരുന്നു. വണ്ടി ഇടിച്ചു. പാതയോട് ഏകദേശം ചേർന്നരഞ്ഞു. ആൾക്കൂട്ടം ഓടിക്കൂടിയപ്പോൾ ഈ കുട്ടി ഒന്നിങ്ങനെ പെട്ടെന്നെണീറ്റിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മയ്ക്കിനി ആര് ചോറ് കൊടുക്കും? എൻ്റെ ഉമ്മയ്ക്കിനി ആര് ചോറ് കൊടുക്കും? തളർന്നു കിടക്കുന്ന ഉമ്മയ്ക്ക് വേണ്ടി എരന്ന് ജീവിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു അത്. പണ്ടും ആ ഉമ്മ ആ വീടിനകത്തുണ്ടായിരുന്നു. പക്ഷേ ദേശത്തിൻ്റെ ശ്രദ്ധയിലോ കരുതലിലോ അവർ പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഒരു ചെറിയ കുഞ്ഞ് ആ സങ്കടം പറഞ്ഞാണ് മരിച്ചു പോയത്. അതുകൊണ്ട് ദേശം ആ ഉമ്മയെ
അവനുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അതിങ്ങനെ ഏതൊരു ഇടത്തിലും മനുഷ്യ കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ട്. ഈ അവസാനം എന്നാ പറഞ്ഞു, ഒരാൾ ജീവിതകാലം മുഴുവൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇങ്ങനെ മറന്നീക്ക് വരുന്നത് ഇങ്ങനെ അവസാനത്തെ മൊഴിയിലാണ്. ഉദാഹരണത്തിനായിട്ട് ബുദ്ധ മരിക്കുമ്പോൾ ആനന്ദൻ നിലവിളിക്കുകയാണ്, ഇനി ഇരുട്ട് ഞങ്ങളെ വിഴുങ്ങും. അപ്പോൾ ബുദ്ധ പറഞ്ഞു, ആനന്ദ നീ നിൻ്റെ വിളക്കാവ്. എന്നിട്ട് മരിച്ചു. നീ നിൻ്റെ വിളക്കാവ്. ജീവിതകാലം മുഴുവൻ ബുദ്ധ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് അതുമാത്രമായിരുന്നു, ഓരോരുത്തരും അവരവരുടെ വിളക്കാവ്. എത്ര കാലം ബാക്കിയുള്ളവരുടെ വിളക്കിൻ്റെ വെട്ടത്തിൽ നടക്കാൻ പറ്റും? നിൻ്റെ വിളക്കാവ്. ഈ ദേശത്ത് ഒരു വയോധികൻ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഇത്രയും ദൂരത്ത് നിന്നിട്ട് ഒരാൾ നമസ്കരിച്ചു. ആ കൂപ്പിയ കൈക്കകത്ത് ചെറിയൊരു കൈത്തോക്കുണ്ടായിരുന്നു. ഈ ദൂരത്ത് വെച്ച വെടിപൊട്ടിക്കണം. ഇന്ന് അതിൻ്റെ ഓർമ്മ ദിവസമാണ് ഗാന്ധിയുടെ. നിലത്ത് വീണപ്പോൾ ആ ജ്ഞാനവൃദ്ധൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്താണത്? ഹേ റാം, ഭഗവാനെ. മരിച്ചു. എൻ്റെ അർത്ഥം ഇവിടം വരെ ഭഗവാന്. ചെഗുവേര നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അതിലൊരു യൂത്ത് ഐക്കണൊക്കെ ആയിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് ചെഗുവേര. ഒളിവിൻ വനങ്ങളിൽ ഈ മനുഷ്യനെ പട്ടാളം വളഞ്ഞു പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതെ ഞാൻ ചേ ഡോക്ടർ എന്നർത്ഥം, ഡോക്ടർ ഗുവേര. ഞാൻ തോറ്റൊരാൾ. എന്നാലും ഫിഡലിനോട് പറയണം, ഒരു തോൽവിയും ഒരു പോരാട്ടത്തിൻ്റെയും അവസാന വാക്കല്ല. നമ്മൾ ഈ 3 പേരെ എടുക്കുക, ബുദ്ധ, ഗാന്ധി, ചെഗുവേര. ഇവരെന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ, അതുതന്നെയായിരുന്നു അവരുടെ മരണനേരത്തും. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, മരണം വളരെ സത്യസന്ധമായ നേരമാണ്. മരിക്കുന്നവന് ഒന്നും ആരെയും പഠിപ്പിക്കുകയോ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല. കൃത്യമായിട്ട് അയാളുടെ സ്വത്തം മറന്നേക്ക് വരും. അത്രയും ഒരാമുഖ വിചാരമായി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മരപ്പണിക്കാരനായ ചേട്ടൻ മരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കാം. 33 വയസ്സെന്നൊക്കെ പറയണത് ഇങ്ങനെ ജീവിച്ച് മതിയാവാത്തൊരു കാലമാണ്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും കഠിനമായൊരു മരണത്തിന് വിധേയപ്പെട്ട് അവിടുന്ന് കടന്നു പോകുമ്പോൾ അയാൾ പറഞ്ഞതിനകത്ത് അയാൾ ജീവിതം കൊണ്ട് പറയാൻ ശ്രമിച്ച മുഴുവൻ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ 7 കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പുസ്തകം തുറന്നു നോക്കേണ്ട കാര്യമില്ല, പ്രഭാഷണവും കേൾക്കണ്ട. ആ 7 കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓർമ്മിച്ചാൽ ഭംഗിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. നമ്മുടെ ഇത്രയും തിരക്കിലും നെട്ടോട്ടങ്ങൾക്കകത്തുമൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ മതി. എന്താണ് ഒരു കാര്യം കൂടി ഓർത്താൻ നല്ലതാണ്, ഈ ഒടുവിലത്തെ മൊഴികൾ പൂർത്തിയാക്കുക എന്നുള്ളൊരു ധർമ്മം എല്ലാവരിലും നിക്ഷിപ്തമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അവൻ 9ാം ക്ലാസ്സിലാണ്. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ ഇത്രേ പറഞ്ഞുള്ളൂ, അമ്മയെ വിഷമിപ്പിക്കരുത്. 12 വയസ്സ് 13 വയസ്സാണ്. ഇപ്പോൾ 48 വയസ്സുണ്ട്. കാര്യം ഒരു കൊച്ചു വാക്കാണ് ഈ അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് പറയണേ. പക്ഷേ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്തുമാത്രം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, എന്തുമാത്രം കാര്യങ്ങൾ വിഴുങ്ങിയാലൊക്കെയാണ് ഈ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് തുഴഞ്ഞ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ രീതികൾക്കൊക്കെ ഒരു അരവുണ്ട്, ഒരു ഷാർപ്പ്നെസ് ഉണ്ട്. എളുപ്പമല്ല
ഇങ്ങനെ പലതും മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുന്നവരോടൊപ്പം അതിങ്ങനെ പ്രായം കഴിയും തോറും ഇങ്ങനെ കുറയുന്നതല്ല, കൂടുന്നതല്ലാതെ കുറയണില്ല. അതിൻ്റെ അർത്ഥം 10-30 വർഷം മുമ്പ് സ്വന്തം അപ്പന് കൊടുത്തൊരു വാക്കിന് മൂല്യമുള്ളത് കൊണ്ട് അയാൾക്ക് നല്ലതുപോലെ ചില കാര്യങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എളുപ്പമല്ല ഈ അന്ത്യമൊഴികൾ പൂർത്തിയാക്കുക. എന്നിട്ടും ലോകത്തെല്ലായിടത്തും അന്ത്യമൊഴികൾ പൂർത്തിയാക്കാനായിട്ട് അവർ ഉത്സുകരാണ്. നമുക്ക് യേശുവിലേക്ക് തന്നെ വരിക. മിഴിപൂട്ടുന്നതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞ 7 വാക്കുകൾ. 1, ലോകം മാപ്പർഹിക്കുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. യേശു ജീവിതം കൊണ്ട് ഭൂമിയോട് പറയാൻ ശ്രമിച്ചൊരൊറ്റ കാര്യമാണ്, മാപ്പർഹിക്കാത്ത വിധത്തിൽ ഒരു പാളിച്ചയും ആർക്കും സംഭവിച്ചിട്ടില്ല. കാര്യം 2 കുഞ്ഞക്ഷരങ്ങളായി മാപ്പെന്ന് പറയണത്. പക്ഷെ അത് സ്വീകരിക്കുക, കൈമാറുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. അപ്പോൾ ഒന്നാമത്തെ കുരിശിലെ സുവിശേഷം ഇതാണ്, എനിക്ക് മാപ്പുണ്ട്. കൊച്ചു കാര്യമൊന്നുമല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദിക്കാനായിട്ട് 1000 കാരണങ്ങളുണ്ട്. പക്ഷെ കഴിഞ്ഞ രാത്രിയിൽ പോലും നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ വഴിയിൽ നിന്ന് കൈനീട്ടിയ ഒരാൾ അപ്പം അങ്ങ് ഓടിച്ചു പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തോന്നുന്നു ഇനി ഈ വഴിക്കൊന്നും വണ്ടി വരത്തില്ല. യേശു പറഞ്ഞിട്ടുണ്ട്, യേശുവല്ല സുവിശേഷം പറയുന്നുണ്ട്, യോഹന്നാനിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്, 2 ഉള്ളവർ 1 കൊടുക്കട്ടെ. അങ്ങനെയെങ്കിൽ 2 ഉള്ളവർ 1 കൊടുക്കട്ടെ എന്നതിന് നഗരത്തിലെ അർത്ഥം ബൈക്കിൻ്റെ 2 സീറ്റിൽ ഒരാൾ ഇരുത്തുക എന്നുള്ള, അല്ല വെറുതെ എന്തിനാണ്ട് സ്പെയർ സീറ്റ് പുറകിൽ. ഇപ്പോൾ ചെയ്യാവുന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു സുഹൃത്തുക്കൾ പോലും ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണെന്ത്? ഐ റിഗ്രറ്റ്, ഐ റിഗ്രറ്റ്, ഐ എം സോറി, ഐ എം സോറി. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഖേദിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു സഞ്ചിത രൂപമാണെന്ത്? ജീവിതം. സം ടോട്ടൽ. എൻ്റെ ജീവിതത്തിന് മാപ്പുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ സുവിശേഷം. മാപ്പ് ഇല്ലാത്ത വിധത്തിൽ ഒരു പാളിച്ചയും ആർക്കും സംഭവിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് മാപ്പില്ല. ദൈവം പുറത്തു നിന്നൊക്കെ കേട്ടിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് അപ്രിയാനുഭവങ്ങൾക്ക് വിധേയപ്പെട്ട മനുഷ്യർ പുറത്തിട്ടും സ്വയം പൊറുക്കാത്ത ഒത്തിരി മനുഷ്യരുണ്ട് ഭൂമിയിൽ. കൗൺസിലിംഗ് റൂമിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരെയാണ്, ഈ സ്വയം മാപ്പ് കൊടുക്കാത്ത മനുഷ്യരാണ്. ഒന്നാമത്തെ യേശുവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിചാരം ഇതാണ്, ഫൊർഗീവ് യുവർസെൽഫ്. സ്വയം മാപ്പ് കൊടുക്കുക. പലപ്പോഴും അത് പറ്റണില്ല. കുറച്ചു കാലം ഞാനൊരു സെമിനാരിയിലായിരുന്നു. അവധിക്ക് പോയൊരു മകൻ തിരിച്ചു വന്നിട്ട് ഫുൾ ടൈം കരച്ചിലാണ്. പൊക്കി, എന്ത് പറ്റി? അപ്പം പറഞ്ഞു, വെച്ചാൽ ഒരു കയ്യബദ്ധം പറ്റി. എന്താണാവോ? വീട്ടിൽ ചെന്നിട്ടിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അമ്മയുമായിട്ട് ഇത്തിരി തർക്കം വന്നപ്പോൾ അപ്പത്തോന്നിയ കലിക്ക് അമ്മയുടെ തോളി പിടിച്ചൊന്ന് തള്ളി. നിലത്ത് വെള്ളം വീണ് കിടപ്പുണ്ടായിരുന്നു. അതിൽ തെറ്റി വീണ അമ്മയുടെ മുൻനിരയിലെ 3 പല്ലൊടിഞ്ഞു. ഇത് വാവിട്ട് കരയുക. വളർത്തിയ അമ്മയല്ലേ അച്ഛ, ഞാൻ കൊടുത്ത സമ്മാനം കണ്ടില്ലേ? ഞാൻ ചോദിച്ചു, ദൈവം പൊറുക്കില്ലടാ. പൊറുക്കില്ല അച്ഛ. പൊറുക്കും. ദൈവത്തിൻ്റെ തൊഴിൽ തന്നെ പൊറുക്കുക എന്നുള്ള. ഒരു ഫോമൊക്കെ പൂരിപ്പിക്കുകയാണെങ്കിൽ പേര് ദൈവം, തൊഴിൽ മാപ്പ് കൊടുക്കല്ല, വേറെ എന്താ ചങ്ങാതിക്ക് പണി? പിന്നെ ആ പണിയിൽ കുറേ കാലമായിട്ട് ഏർപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ വളരെ സ്പീഡിലാണ് പൊറുക്കണം. എന്തും പണി പഠിച്ചാൽ വേഗം കൂടും. അപ്പം ഒന്നിങ്ങനെ സൗഹൃദത്തിലായി. എടാ അമ്മ പുറത്താടാ, അമ്മ പുറത്തച്ച. എന്താ ഇത്ര ഉറപ്പ്? അല്ല, അമ്മ അപ്പം തന്നെ പറഞ്ഞു, കുട്ടാ നീ കരയില്ലടാ, അമ്മയ്ക്ക് എന്തിനാടാ പല്ല്? +2 പഠിക്കുന്ന മക്കളുള്ള അമ്മമാർക്ക് ഇനി പല്ലൊന്നും വേണ്ടല്ലോ.
അപ്പോൾ പിന്നെയും പരിങ്ങി. അല്ലടാ, അമ്മയും പുറത്തു, അല്ലെങ്കിൽ പൊറുക്കുന്നവളുടെ പേരാണെന്താ? അമ്മ. ഇനി ഈ കഥയ്ക്കകത്ത് ഒരൊറ്റ കാര്യം കൂടിയേ സംഭവിക്കാനുള്ളൂ. നീ നിനക്ക് മാപ്പ് കൊടുക്കുക. ഫോർഗീവ് യുവർസെൽഫ്. ജീവിതത്തിൽ സംഭവിച്ച ധാരണയില്ലായ്മയ്ക്ക്, അപക്വതകൾക്ക്, അവിചാരിത അനുഭവങ്ങൾക്ക്, പാളിച്ചകൾക്ക് ഓരോരുത്തരും അവരവർക്ക് മാപ്പ് കൊടുക്കുക. കാരണം ഒന്നാമത്തെ മൊഴിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാവുന്നൊരു വിചാരം, ദൈവം മാപ്പ് കൊടുത്തൊരു ജീവിതമാണ്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൂടാ? അപ്പം അത്രയും കാര്യങ്ങൾ ട്രാക്ക് ക്ലിയർ ആവുകയാണെങ്കിൽ പിന്നെ ഈ മാപ്പിനെ ഒരു സംസ്കാരമാക്കുക, കൾച്ചർ. യേശു പറയുന്നുണ്ട് 70 പ്രാവശ്യം പൊറുക്കുക. 70 പ്രാവശ്യം പൊറുക്കുക എന്നുള്ളതിനെ പലപ്പോഴും നമ്മളൊരു കണക്കിൻ്റെ കളിയായിട്ടാണ് പറയുന്നത്. കണക്കിൻ്റെ കളിയൊന്നുമല്ല, ഇത് ആവർത്തനം കൊണ്ടൊരു കാര്യം നിങ്ങളുടെ ശീലമാക്കാനുള്ള ക്ഷണമാണ്. ആവർത്തനം കൊണ്ട് ഓരോ പ്രാവശ്യം പുറത്ത് അത് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കുക. കൾച്ചർ എന്ന് പറഞ്ഞ വാക്കിന് അതിൻ്റെ മൂലം പരിശോധിക്കുമ്പോൾ ഒരു ഗ്രീക്ക് പദമുണ്ട്, അതിൻ്റെ അർത്ഥം പണിയായുധം എന്നാണ്, വിശേഷിച്ചും കലപ്പ. അപ്പം എന്താണ് അതിൻ്റെ സൂചന? നിരന്തരമായി ഉഴുതുഴുത ഒരാളിൽ ആഴപ്പെടുന്ന ചില രീതികളുടെ പേരാണെന്ത്? സംസ്കാരം. 70 പ്രാവശ്യം പൊറുക്കുക എന്നൊക്കെ പറയണതിന് അർത്ഥം അതൊക്കെ തന്നെയാണ്. ഇപ്പം നമുക്കിരിക്കാമെന്നൊക്കെ ഓർത്ത് നമ്മൾ ഇങ്ങനെ പതുക്കെ ബസ്സിലൊരു സീറ്റിലോട്ടായുമ്പോൾ പുറകിൽ നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് കൈതട്ടി മാറ്റിയിരിക്കുന്നു. അവിടം തൊട്ട് കൊടിയ അവിശ്വസ്തത കാണിച്ച സ്വന്തം പുരുഷനോട് പോലും പൊറുക്കുക. മെയ്ക്ക് ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. ഇവിടം തൊട്ട ചെറുതു തൊട്ട് വലുത് വരെ 70 പ്രാവശ്യം എന്ന് പറഞ്ഞ് എത്ര തവണയെന്നല്ല, എത്ര അറ്റം വരെയും പൊറുക്കാനാവുക. എത്ര അറ്റം വരെയും. ഒരു കാര്യം ഉറപ്പാണ്, ഈ പൊറുക്കുന്നവരിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു ദൈവിക മുഖമുണ്ട്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു അനുജൻ ജ്യേഷ്ഠനെ ഭംഗിയായിട്ട് കളിപ്പിച്ചു. അയാൾക്ക് തൽക്കാലം ഭൂമിയിൽ ഒന്നുമില്ല, എന്നാൽ അനുജന് സ്വസ്ഥതയുണ്ടോ? അതുമില്ല. അങ്ങനെ രണ്ടുപേരും അലയുകയാണ്. അതിനിടയിൽ അയാൾക്ക് ചില ദൈവിക പ്രകാശമൊക്കെ ലഭിക്കുന്നുണ്ട്. അത്തരമൊരു പ്രകാശത്തിൻ്റെ ദിവസത്തിൽ അയാൾ വിചാരിച്ചു, ഞാൻ കൊടിയ അധർമ്മം കാട്ടിയ ജ്യേഷ്ഠനോട് മാപ്പ് ചോദിക്കാൻ പോവുകയാണ്. ജ്യേഷ്ഠൻ ഒരു കുന്നിൻമോളിൽ നിൽപ്പുണ്ട്. അപ്പം കണ്ടു അനുജനിങ്ങനെ പടവ് കയറി വരുന്നത്. കാറ്റ് പിടിച്ചത് കണക്ക് ഈ ജ്യേഷ്ഠൻ താഴോട്ടോടി. എന്നിട്ട് തൻ്റെ ബലിഷ്ഠമായ കൈ അനുജൻ്റെ കഴുത്തിനെ ചുറ്റി. കഴുത്തി വീണ കൈ ഇപ്പം മുറുകുന്നോർത്തിട്ട് അയാളിങ്ങനെ കണ്ണും പൂട്ടി നിൽക്കുമ്പോൾ ഈ കഴുത്തി വീണ കൈ അയഞ്ഞു. എന്നിട്ട് അനുജനിങ്ങനെ ചേർത്ത് പിടിച്ച് ജ്യേഷ്ഠൻ വാവിട്ട് കരയാൻ തുടങ്ങി. അനുജനും കരഞ്ഞു. ആ കരച്ചിലിനിടയിൽ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞ കാര്യം നിങ്ങൾ വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണത്? ഇപ്പോൾ ഇയാൾക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. യു റിസംബിൾ ഗോഡ്. യു റിസംബിൾ ഗോഡ്. പൊറുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ദൈവിക മുഖമാണ്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറുമ്പിന് മാപ്പ് കൊടുത്താലും ചങ്ങാതിയുടെ ചതിക്ക് മാപ്പ് കൊടുത്താലും ഒക്കെ നിങ്ങളിലൂടെ തെളിയുന്നത് നിങ്ങളിൽ മാഞ്ഞു തുടങ്ങിയ ആ ദൈവിക മുഖമാണ്. യു റിസംബിൾ ഗോഡ്. കാര്യം സിനിമയാണ്, എന്നാൽ പോലും കഥ ഇങ്ങനെയാണ്. ഒരു വലിയ അവിശ്വസ്തത കാണിച്ചൊരു പുരുഷൻ അത് തൻ്റെ ഭാര്യയോട്, കിളുന്ത് കൂട്ടുകാരിയോട് പറയണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നിലത്ത് വീണ പൂപാത്രം കണക്ക് അവളിങ്ങനെ ചിതറിപ്പോകുന്നു അയാൾക്കറിയാം.
പിന്നെ തനിക്കെതിരായിട്ട് എന്നേക്കുമായി ഹൃദയം കൊട്ടിയടക്കുമെന്നും അറിയാം. എന്നിട്ടും അത് പറയാൻ അയാൾ ധൈര്യപ്പെടുന്നു. അതെല്ലാം അവൾ കേട്ടു നിൽക്കുന്നു. ഇപ്പം താൻ സങ്കല്പിച്ച പ്രതികരണങ്ങൾ അവളിൽ നിന്ന് സംഭവിക്കുമെന്ന് ഓർത്ത് പ്രതികൂട്ടി നിൽക്കുന്ന ഒരാളെ കണക്ക് വിറങ്ങലിച്ചയാൾ നിൽക്കുമ്പോഴാണ് ആ ചെറിയ പെൺകുട്ടി അയാളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ വേറെ ആരാ മാപ്പ് തരിക? കാര്യം നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് സിനിമയൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ ഓർത്തത് ആ തിരുവചനമാണ്. ഇപ്പോൾ ആ ചെറിയ പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. സിമ്പിൾ ഗോഡ്. ഇപ്പോൾ ഒന്നതാണ് മാപ്പെന്ന് പറഞ്ഞൊരു കുഞ്ഞു വാക്കിനിങ്ങനെ ചേർത്ത് പിടിക്കുക. ഒരാൾക്ക് വേറൊരാളെ ശിക്ഷിക്കാനുള്ള ഏറ്റവും കഠിനമായ മാർഗം ഇങ്ങനെ മാപ്പ് കൊടുത്തില്ലെന്ന് തോന്നിക്കുക. ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ അങ്ങനെയാണ് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുറുമ്പിനും കൈപ്പിഴക്കുമൊക്കെ മാപ്പ് കൊടുത്തു എന്നുള്ളൊരു ധാരണ കൊടുക്കാതെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ എന്തുമാത്രമാണ് ശിക്ഷിക്കുന്നറിയാവും. കുഞ്ഞുങ്ങളെ മാത്രമല്ല, മുതിർന്നവരെയൊക്കെ ശിക്ഷിക്കാൻ അത് തന്നെയാണ് മാർഗം. 2 ചങ്ങാതിമാർ വേട്ടയാണ് തൊഴിൽ. ഉൾവനങ്ങളിൽ ഇങ്ങനെ വേട്ടയാടാൻ പോകുമ്പോൾ ഒരാളുടെ കുടുംബത്തോടൊപ്പമാണ് അവിവാഹിതനായ മറ്റേ ചങ്ങാതി. ഉൾവനങ്ങളിൽ ചെന്നിട്ടിങ്ങനെ ഒരു മൃഗത്തെ ലക്ഷ്യം വെച്ച് അയാളിങ്ങനെ തോക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് സ്വന്തം കഴുത്തിൽ ഒരു തണുപ്പ് തട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ ചങ്ങാതിയുടെ ബാരലിൽ അയാളുടെ കഴുത്തിന് നേരെയാണ്, പിൻകഴുത്തിലാണ്. നീ എന്താ ഈ കാട്ടണം എന്ന് ചോദിച്ചതും അവൻ ഈ തോക്കിട്ടിട്ട് ഓടിപ്പോയി. ചെറുപ്പം 2 പേർക്കും. അയാൾ വേട്ട അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ ഉള്ളിലേക്കൊരു സംശയം വരികയാണ്. ഇത് അവളുകൂടി അറിഞ്ഞിട്ട് നടന്ന നാടകമാണോ? അങ്ങനെയാണോ അല്ലെന്ന് ചോദിച്ചെന്നാൽ ഉണ്ടെന്നോ ഇല്ലെന്ന് ഉത്തരത്തിൽ അവസാനിക്കാമെന്നൊരു കുഞ്ഞു കാര്യം, കുഞ്ഞു സംശയം. പക്ഷെ അയാൾ ചോദിക്കത്തില്ല. അങ്ങനെ അയാൾ തൻ്റെ ഭാര്യയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ചെറുപ്പത്തിലുള്ള 2 പേര് ഒരു വീടിനകത്ത് പരസ്പരം മിണ്ടാതെ ഒത്തിരി വർഷങ്ങളാണ്. ഒടുവിൽ ഈ സ്ത്രീ കണ്ടുപിടിച്ചൊരു മാർഗം ഇതാണ്, ഡയറി എഴുതുക. പൊതുവേ ഈ ഡയറി എഴുതുന്നവർ അതിങ്ങനെ എവിടെങ്കിലും ഇത്തിരി രഹസ്യമായിട്ടൊക്കെ വെക്കുക. ഇവളാവട്ടെ ഈ ഡയറി ഇങ്ങനെ തുറന്നിടും. അയാൾ വായിച്ചോട്ടെന്ന് അർത്ഥത്തില്ല, പക്ഷേ അബദ്ധത്തിൽ പോലും അയാൾ അങ്ങോട്ട് മിഴിപാളിക്കില്ല. അങ്ങനെ 10-70 വർഷങ്ങൾ വാർദ്ധക്യത്തിൽ ഈ സ്ത്രീ മരിക്കുന്നു. എന്നിട്ടും ഈ കെട്ടുകണക്കിലുള്ള ഡയറികളിലൊന്നുപോലും അയാൾ തുറന്നു നോക്കുന്നില്ല. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ആ പഴയ ചങ്ങാതി അലഞ്ഞലഞ്ഞ് ഇപ്പോൾ ഒരു പരിവ്രാജകൻ്റെയൊക്കെ മുദ്രകളുമായിട്ട് യോഗിയെ കണക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അവളെന്നും ഇങ്ങനെ ഡയറി എഴുതുമായിരുന്നു. എനിക്ക് തോന്നണത് അത് നിങ്ങൾക്ക് വേണ്ടി എഴുതുകയായിരുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി എന്തിനാണ് അവളതൊക്കെ എഴുതണത്? എന്തെങ്കിലും അവൾ കുറിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആവും. പിന്നെ നമ്മൾ കാണുന്നത് ഏറ്റവും കഠിനമായൊരു കാര്യമാണ്. യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണിത്. വീടിനകത്ത് തണുപ്പ് കിട്ടാനായിട്ട് വെക്കുന്ന അടുപ്പുകളുണ്ട്, ഫയർ പ്ലേസുകളുണ്ട്. കെട്ടുകണക്കിനുള്ള ഇവളുടെ ഡയറികൾ ഓരോന്നായിട്ടെടുത്ത് ഈ അടുപ്പിലേക്ക് അയാൾ ഇടുന്നു, ഓരോന്നായിട്ട്. അപ്പോഴാണ് വായനക്കാരെന്ന നിലയിൽ നമുക്ക് ആ കാര്യം ബോധ്യമാകുന്നത്. കഴിഞ്ഞ 10-70 വർഷം ആ സ്ത്രീ അനുഭവിച്ച ഭാരം. അതിലേതെങ്കിലും ഒന്ന് അയാളൊന്ന് മറിച്ചു നോക്കിയിരുന്നെങ്കിലെന്ന് വായനക്കാരായി നമ്മൾ പോലും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ലോകത്ത് ഒരാളെ ശിക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്, മാപ്പ് കൊടുക്കാതിരിക്കുക. മാപ്പ് കൊടുത്തതിൻ്റെ അടയാളങ്ങൾ കാട്ടാതിരിക്കുക. ചിലർ പറയാറുണ്ട്, എൻ്റെ ഉള്ളിലൊരു വിഷമവുമില്ല. ഉള്ളിൽ വിഷമമില്ലെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. നിങ്ങൾക്ക് വിഷമമില്ലെന്ന് എന്തടയാളം കൊണ്ട് അയാൾ മനസ്സിലാക്കണം? അതിന് ചില അടയാളങ്ങൾ വേണ്ടേ? ഇതൊക്കെയാണ്
അവിടുത്തെ അവസാനത്തെ മൊഴികളുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വാക്കിൻ്റെ വിചിന്തനങ്ങൾ: മാപ്പ് അനുഭവിക്കുക, മാപ്പ് കൈമാറുക. 10,000 താലന്തിൻ്റെ കടമിളവ് കിട്ടിയ ഒരാളുടെ കഥ യേശു പറയുന്നുണ്ട്. അതെൻ്റെ കഥയാണ്, നിങ്ങളുടേതും. 10,000 താലന്തിൻ്റെ കടമിളവ് ചെയ്ത് കിട്ടിയ ഒരാൾ. എന്നിട്ടോ അത്രയും കടമിളവ് കിട്ടിയ ഒരാൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ തന്നോട് ചെല്ലിക്കാശിൻ്റെ കടം മാത്രമുള്ള ഒരാളോട് കഠിനഹൃദയനാവുന്നു. അവസാനത്തെ നാണയവും തിരികെ തരാതെ നിന്നെ കാരാഗൃഹത്തിൽ നിന്ന് വിടില്ലെന്ന് വാശി പിടിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കഥ മറ്റാരെങ്കിലും കുറിച്ചാണെന്ന്? അത് ഓരോരുത്തരുടെയും കഥയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുമ്പസാരത്തിൻ്റെ കഥയാണ്. ഓരോ കുമ്പസാരങ്ങളിലും നമുക്ക് കിട്ടുന്നത് ഈ 10,000 താലന്തിൻ്റെ ഇളവാണ്. എന്ത് കൊടിയ അപരാധങ്ങളുമായിട്ട് നിങ്ങൾ ആ മരക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോൾ അകത്തു നിന്നൊരു ചെറിയ ശബ്ദം നിങ്ങളെ തേടി വരും: വിഷമിക്കരുത്, 3 സ്വർഗസ്നായും ഒരു നന്മ അറിഞ്ഞു അറിയും. എന്താ എൻ്റെ അർത്ഥം? വെറുതെ ഗോ ഫ്രീലി. അപ്പം ആ 10,000 താലന്തിൻ്റെ കടം ഇളവ് ചെയ്യപ്പെടുന്ന ഉപമ ആവർത്തിക്കപ്പെടുന്ന ഈ കുമ്പസാരക്കൂട്ടിലാണ്. എന്നിട്ടും അത്രയും ഇളവ് കിട്ടിയ മനുഷ്യർ തങ്ങളുടെ നിത്യജീവിതത്തിൽ ഗാർഹിക പരിസരങ്ങളിലൊക്കെ എന്തുമാത്രം കഠിനമായിട്ടാണ് വർത്തിക്കുന്നത്. ചായ തണുത്തു പോയതിൻ്റെ പേരിൽ, കുഞ്ഞുങ്ങൾ ഉറക്കെ സംസാരിച്ചു പോയതിൻ്റെ പേരിൽ, രാവിലത്തെ പത്രം സന്ധ്യയിൽ നോക്കുമ്പോൾ വായിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ. നമ്മുടെ കഥ. യേശുവിൻ്റെ കഥയ്ക്കൊക്കെ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. യേശുവിൻ്റെ കഥയുടെ പ്രശ്നം ഇതാണ്: കഥ വായിക്കുമ്പോൾ നമുക്ക് തോന്നും വേറെ ആരെക്കുറിച്ചാണ്, പക്ഷെ കഥ അവസാനിക്കുമ്പോൾ അവൻ്റെ ചൂണ്ടുവിരൽ നമ്മുടെ ചങ്കിലേക്ക് വരും. നാത്താൻ ദാവീദിനോട് പറയുന്ന കഥ കണക്കാണ്. കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് വിചാരിച്ചു ഇത് വേറെ ആരുടെ കഥയാണ്. കഥ തീരുമ്പോൾ എന്താ പറയുന്നത്? ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. ഇതാണ് യേശുവിൻ്റെ കഥകളുടെ പ്രത്യേകത. ഒന്ന്, മാപ്പിനെ ഒരു സംസ്കാരമാക്കുക. എന്തിനു മാപ്പ് കൊടുക്കണം? അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാ മാപ്പ് കൊടുക്കണത്? അവർക്ക് പിടുത്തമില്ല. ദേ ഡു നോട്ട് നോ. അജ്ഞത ലോകത്തെല്ലായിടത്തും മാപ്പർഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയും, നല്ല പഠിച്ചവരും നല്ല ബുദ്ധിയുള്ളവരും ഒക്കെ ആണല്ലോ നമുക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറയുകയും സംസാരിക്കുകയും ചെയ്തത്. ഈ പഠിപ്പിനും അറിവിനും അകത്ത പ്രകാശവുമായിട്ട് കാര്യമായ ബന്ധം ഒരു കാലത്തും ഉണ്ടായിരുന്നിട്ടില്ല. യേശുവിനെ കുരിശുമരത്തിലേക്ക് എറിഞ്ഞത് ആ ദേശത്തെ പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ട് അത് വിട്ടുകളാം. എന്തോ ചില അജ്ഞതയിൽ മനുഷ്യൻ പെട്ടുപോയത് കൊണ്ടാണ് മനുഷ്യനെ എതിരായിട്ട് ഹൃദയം കഠിനമാക്കുന്നത്. അതുകൊണ്ട് മാപ്പ് എന്തുകൊണ്ട് കൊടുക്കണമെന്നുള്ളത് കൂടി യേശു പറയുന്നുണ്ട്. ഇത്രയും യുക്തിഭദ്രമായിട്ട് അധികം പേര് ഭൂമിയിൽ സംസാരിച്ചിട്ടില്ല. എന്തു പറയുമ്പോഴും യേശുവിന് അതിന് കൃത്യമായ ലോജിക്കുണ്ട്. Forgive them for they do not know. അവർക്ക് പിടുത്തമില്ലാത്തത് കൊണ്ട് അവരോട് പൊറുക്കണമേ. ഒരാളിങ്ങനെ തോട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അയാൾ കണ്ടു ബൂട്ട്സൊക്കെ ഇട്ടൊരു മനുഷ്യൻ വലിയൊരു സ്റ്റിക്കൊക്കെ ആയിട്ട് അയാളുടെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് പൂക്കളെ ചവിട്ടി മെതിക്കുന്നു, വള്ളികളെ ഈ വടി കൊണ്ട് കുത്തുന്നു. സഹിച്ചില്ല എൻ്റെ ഉടമയ്ക്ക്, ആർക്കും സഹിക്കില്ല. ചാടി പുറത്ത് കടന്നു. പുറകിലൂടെ ചെന്നിട്ട് ഈ മനുഷ്യൻ്റെ കോളറെ പിടിച്ച് വലിച്ചാളെ പാതയോരത്തേക്ക് ഇട്ടു. പെട്ടെന്ന് അറിയാതെ ഈ മനുഷ്യൻ കൈവിട്ടു പോയി. കാരണം ഇയാൾ പൂക്കളെയും വള്ളികളെയും ഒക്കെ ചവിട്ടി മെതിക്കുന്ന ഇയാൾ അന്ധനായിരുന്നു. എങ്ങനെ ഈ തോട്ടത്തിലേക്ക് പ്രവേശിച്ചതാ? പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ എങ്ങനെ ഈ പൂക്കളെയൊക്കെ ചവിട്ടി മെതിച്ചു പോയതാ? പിന്നീട് അയാളുടെ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, മക്കളെ, നമ്മുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിദ്വേഷമൊന്നും വേണ്ട. ഒരുപക്ഷെ അവരന്ധരായിരിക്കാം. നിങ്ങളുടെ സൽപ്പേരിൻ്റെ പൂന്തോട്ടം നശിപ്പിച്ചവരാ, കൗമാര സ്വപ്നങ്ങളുടെ പൂന്തോട്ടം നശിപ്പിച്ചവർ. ഉദാഹരണത്തിനായിട്ട് ആൽക്കഹോളിക്കായ മദ്യപാനമുള്ള ഒരപ്പനാണ് നിങ്ങളെന്ന് വിചാരിക്കുക.
പലപ്പോഴും ഈ അത്തരം ഇടങ്ങളിലെ കുഞ്ഞുങ്ങളുടെ തലവരെയെക്കുറിച്ച് ആരും ഓർക്കാറില്ല. ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും തങ്ങളുടെ അപ്പൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനായിട്ട് അത്തരം അനുഭവങ്ങളൊന്നുമില്ല. അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ ആ കൗമാര സ്വപ്നങ്ങൾക്ക് മീതെ കൂടി പ്രാഞ്ചി നടന്നു പോകുന്ന ആ വ്യക്തി അന്ധനാണ്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ദുരുപയോഗപ്പെട്ട ഒരു കുട്ടിയായിരിക്കാം നിങ്ങൾ, സെക്സ്വലി അബ്യൂസ്ഡ്. എന്താ അത്തരം അനുഭവങ്ങൾ നമ്മുടെ വീട്ടങ്കണങ്ങളിൽ ഇല്ലെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? വർഷങ്ങൾക്ക് ശേഷം അത്തരം ചില ഓർമ്മകൾ നിങ്ങളിങ്ങനെ വല്ലാതെ സങ്കടപ്പെടുകയും ശുഭിതയാവുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഈ പ്രായത്തിൻ്റെ വിവേകം നിങ്ങളോട് പറയിക്കും, നിങ്ങളുടെ കൗമാര ശുദ്ധിയുടെ തോട്ടത്തിന് മീതെ കൂടി നടക്കുവാൻ ശ്രമിച്ച ആ വ്യക്തിയും അന്ധനാണ്. അന്ധത മാപ്പർഹിക്കുന്നുണ്ട്. ഇതാണ് കുരിശിലെ ഒന്നാമത്തെ സുവിശേഷം. മാപ്പെന്ന് പറഞ്ഞ ആ വാക്കിനെ കുറേ കൂടി ഗൗരവമായിട്ടെടുക്കുക, മാപ്പ് അനുഭവിക്കുക, കൈമാറുക. രണ്ടാമതായിട്ട് നിനക്ക് മോക്ഷം സാധ്യമാണ്. കണ്ണിമ അടയുന്നതിനേക്കാൾ മുമ്പേ ഒരാൾ പറഞ്ഞു, നീ എന്നെ ഓർക്കണേ. ഇത്രയും ഋജുവായ, ഇത്രയും ചെറിയ ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ വേറെയില്ല. നീ എന്നെ ഓർക്കണേ. സത്യം പറഞ്ഞെന്നാൽ ചിലപ്പോൾ തോന്നുന്ന ഇതാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ആടയാഭരണങ്ങളാണ്, എന്തുമാത്രം കെട്ടുകാഴ്ചകളാണ്. പ്രാർത്ഥന എത്ര ലളിതമാവണമെന്ന് അറിയണമെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ ധ്യാന വിഷയമാക്കണം. നീ എന്നെ ഓർക്കണേ. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, അമിത ഭാഷണം കൊണ്ട് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? നിർഭാഗ്യവശാൽ എല്ലായിടത്തും ആ അമൃത ഭാഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്നെ ഓർക്കണേ. അല്ലെങ്കിൽ തന്നെ പ്രാർത്ഥന എന്താണ്? അത് ഓർക്കുക. നിങ്ങളിങ്ങനെ പള്ളിയിലോട്ട് പോകുമ്പോൾ ഇവിടേക്ക് വരാനായിട്ട് പറ്റാത്ത ഒരയൽക്കാരൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുമ്പോൾ വെറുതെ അയാളെ ഓർക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ പ്രാർത്ഥനയെന്ന് പറയുന്നതിൻ്റെ കേസ് കെട്ട്. നിങ്ങൾക്ക് പവിത്രമെന്ന് കരുതുന്ന ഒരിടത്തിൽ നിങ്ങൾ നൽകുന്ന ഓർമ്മ ഏറ്റവും നല്ല പ്രാർത്ഥന. എന്നെ ഓർക്കണേ. യേശു പറഞ്ഞു, നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദീസയിലാണ്. രണ്ടാമത്തെ ഇതാണ്, എനിക്ക് മാപ്പ് മാത്രമല്ല, മാപ്പ് കിട്ടിയവൻ നിലയിൽ മോക്ഷവും സാധ്യമാണ്. ഇതാണ് രണ്ടാമത്തെ സുവിശേഷം. എനിക്ക് മോക്ഷം സാധ്യമാണ്. എല്ലാവർക്കും ഈ മോക്ഷം സാധ്യമാണ്. ആരും വൈകിയിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പാഠം, സമാശ്വാസം. കണ്ണിമ അടക്കുന്നതിനേക്കാളും ഒരാൾ പറഞ്ഞു, നീ എന്നെ ഓർക്കണേ. യേശു പറഞ്ഞ മറ്റൊരു കഥ കൂടി കൊണ്ടുവരാം മനസ്സിലേക്ക്. ഏതാണത്? മുന്തിരിത്തോട്ടത്തിലേക്ക് പണിക്ക് വിളിച്ച ജോലിക്കാരുടെ കഥ. ആദ്യത്തെ ആൾ വരുന്നത് എപ്പോഴാണ്? രാവിലെ 6 മണിക്കാണ്, 1-ാം മണിക്കൂർ. യഹൂദരുടെ സമയബോധം എന്ന് പറയുന്നത് ഇങ്ങനെ 6 to 6 ആണ്. 1-ാം മണിക്കൂർ എന്ന് പറയുമ്പോൾ ഓർത്തോളൂ, അത് രാവിലെ 6 മണിയാണ്. യേശു മരിച്ചത് എത്രാം മണിക്കൂറിലാണ്? 9-ാം മണിക്കൂറിലാണ്. അതിൻ്റെ അർത്ഥം എത്ര മണിയായിരിക്കും? ഏകദേശം 3 മണി. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കണ്ട എത്രാം മണിക്കൂറിലാണ്? 6-ാം മണിക്കൂറിലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ 12 മണി നട്ടുച്ച. അപ്പം അങ്ങനെയാണ് ആ കഥ മനസ്സിലാക്കേണ്ടത്, സമയം വെച്ചുകൊണ്ട്. അങ്ങനെയെങ്കിൽ അവസാനത്തെ ആൾ ആ കഥയിൽ വരുന്ന എത്രാം മണിക്കൂറിലാണ്? 11-ാം മണിക്കൂറിലാണ്. 11-ാം മണിക്കൂറിലും ഒരാൾ ഈ കൃഷിത്തോട്ടത്തിൽ പണിക്ക് വരുന്നു. 11-ാം മണിക്കൂർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വൈകുന്നേരം 5 മണി. വെറുതെ ഒരു ഓഫീസ് മനസ്സിൽ കൊണ്ടുവരുമ്പോൾ ഇതിനകത്തെ ഫലിതം മനസ്സിലാവും. എല്ലാവരും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി, ഫയലൊക്കെ ഒന്ന് കെട്ടി, കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി, ടിഫിൻ ബോക്സൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോൾ ഒരാൾ കയറി വന്നിട്ട് പറയുകയാണ്, അതെ, ഈ ഒപ്പിടുന്ന ലെഡ്ജർ എവിടെയാണ്? ജോലിക്ക് വന്നിരിക്കുകയാണ്, 5 മണി വൈകുന്നേരം. ഈ തമാശയാണ് ചേട്ടൻ പറഞ്ഞത്. എന്നിട്ടോ
അതിനുശേഷം കൂലിയുടെ നേരമാണ്. എല്ലാവരുടെയും നീട്ടിയ കൈവെള്ളയിൽ ഇപ്പോൾ ആ യജമാനൻ വെച്ചു കൊടുക്കുന്നത് ഒരേ ധനാറയാണ്, ഒരേ കൂലി. ഇതാണ് കുരിശിൽ രണ്ടാമത്തെ സുവിശേഷം. നിങ്ങൾ എത്ര വൈകി അവനിലേക്ക് വന്നാലും നിങ്ങളെ കാത്തിരിക്കുന്ന ആത്മീയ അനുഭൂതികളുടെ ധനാറ ഒന്ന് തന്നെയാണ്. ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഇത് പരമാവധി അവർക്കാവുന്ന മട്ടിൽ ശ്രദ്ധയോടെ അവർ കേട്ടിരിപ്പുണ്ട്. എനിക്കറിയാം അവർക്ക് പറ്റുന്ന വിധത്തിനൊന്നും അല്ല ഈ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ഏകാഗ്രതയോടുകൂടി ഇരിപ്പുണ്ട്. ഇങ്ങനെ കുഞ്ഞുമക്കൾ, ഇതൊക്കെ 1-ാം മണിക്കൂറിൽ വന്ന മക്കളാണ്. ഞാനൊക്കെ കാര്യം പറയുമ്പോൾ വിഷമമുണ്ട്. ഒരു 10-30 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇതിനെയൊക്കെ കുറേ കൂടി ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയത്. വേറെ ചിലർ അവരുടെ 50-കളിലും 60-കളിലും 70-കളിലും ആദ്യമൊക്കെ ആയിരിക്കാം പല മണിക്കൂറിൽ അവൻ്റെ തോട്ടത്തിലേക്ക് വന്നവർ. പക്ഷെ എല്ലാവരെയും കാത്തിരിക്കുന്നത് ഒരേ അനുഭൂതികളാണ്. വായിച്ചിട്ടില്ലേ, വിശുദ്ധ നഗരിയിൽ നിന്ന് 4 വശത്തേക്കും വാതിലുകളുണ്ടെന്ന്. ബാല്യം, യൗവനം, മധ്യവയസ്സ്, അന്തി എന്നൊക്കെ അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് അവനിലേക്ക് ഗൗരവമായിട്ട് പ്രവേശിക്കാം. എല്ലാവരെയും കാത്തു നിൽക്കുന്നത് ഒരേ അനുഭൂതിയും അനുഭവങ്ങളുമാണ്. അപ്പോൾ രണ്ടാമത്തെ സുവിശേഷം ഇതാണ്, വി ആർ നോട്ട് ലേറ്റ്. വി ആർ നോട്ട് ലേറ്റ്. ഒരാളും വൈകിട്ടില്ല. അതുകൊണ്ടാണ് യേശു സുവിശേഷം പ്രഘോഷിക്കുമ്പോഴൊക്കെ ആവർത്തിക്കുന്നൊരു വാക്കുണ്ട്, ഇതാണ് സ്വീകാര്യമായ സമയം. ഒരാൾ എപ്പോഴാണ് ഇങ്ങനെ ഗുരുവചസ്സുകളെ ഗൗരവമായിട്ട് കേൾക്കാനും ശ്രദ്ധിക്കാനും വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ തുടങ്ങുന്നത്, അതാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും സ്വീകാര്യമായ സമയം. രണ്ടത, ആരും വൈകിട്ടില്ല. യേശു പറഞ്ഞു, നീ എന്നോടൊപ്പം പർദീസയില. ആ വാക്കുകൂടി ഒന്ന് മനസ്സിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. എന്താ ഈ പർദീസ? വേറെങ്ങും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയും ഉൽപ്പത്തിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ട്. ഉൽപ്പത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതനാ, ഏതൻ തോട്ടോ, പർദീസ എന്നുള്ള വാക്കല്ല. കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ പർദീസ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു ഇതൊരു പേർഷ്യൻ വാക്കാ പർദീസ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? വളച്ചു കെട്ടിയ തോട്ടം എന്നാ, ഫെൻസ്ഡ് ഗാർഡൻ. തോട്ടം വളച്ചു കെട്ടി എന്നുള്ളതല്ല അതിൻ്റെ പ്രത്യേകത. സുൽത്താന് ആരോടെങ്കിലും ഒരിത്തിരി താല്പര്യമോ മമതയോ ആഭിമുഖ്യമോ അനുഭവപ്പെട്ട് കഴിഞ്ഞെന്നാൽ അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവ് ഇതാണ്, അയാൾ ഈ തോട്ടത്തിലോട്ട് വിളിക്കും. 2 പേരും കൂടി ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ നടക്കും. ഉച്ചയാകുമ്പോൾ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കും. അത് കഴിയുമ്പോൾ മടങ്ങിപ്പോവുകയോ ചെറിയൊരു പൂച്ചമയക്കോ ആവാം. അങ്ങനെ ഒരു ദിവസം മുഴുവൻ സുൽത്താനോടൊപ്പം സഞ്ചരിച്ച ഈ വ്യക്തിക്ക് ആ ദേശത്ത് മരിക്കുവോളം ആദരവ് കിട്ടും. അയാളിങ്ങനെ സുൽത്താനോടൊപ്പം സഞ്ചരിച്ചതാണ്. അപ്പോൾ രണ്ടിതാണ്. എന്താണ് പർദീസ? വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എമിഡ്സ് ദ വുഡ്സ്. മരങ്ങൾക്കിടയിലൂടെ ആ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ച, ഇതാണ് പർദീസ. മരങ്ങൾക്കിടയിലൂടെ ആ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ച്. ആർക്കൊക്കെ ഈ കൂട്ടത്തിലിരിക്കുമ്പോൾ തങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നലുണ്ടോ, അവരൊക്കെ ഇപ്പോൾ തന്നെ പർദീസയിലാണ്. സഞ്ചരിക്കുമ്പോഴൊക്കെ അയാളോടൊപ്പം സഞ്ചരിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കുറച്ചധികം കാലം ഉണ്ടായിരുന്ന ഒരു ആശ്രമത്തിനടുത്തായിരുന്നു വലിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, എക്സൽ ഗ്ലാസ് ഫാക്ടറി. ഇപ്പം അതിങ്ങനെ ലോക്കൗട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഏകദേശം പൂട്ടിയ മട്ടില്ല കാര്യങ്ങളാണ്. നല്ലതുപോലെ ഷിഫ്റ്റും പണിയുമൊക്കെ ഉണ്ടായിരുന്നൊരു സമയത്ത് നൈറ്റ് ഷിഫ്റ്റുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ രാത്രി ഇങ്ങനെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ വണ്ടിയൊന്നും ഉണ്ടാകത്തില്ല, പിന്നെ ഒരു വെച്ച് നടപ്പാ. വയൽവരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തൊട്ട് മുമ്പിൽ യേശുവിൻ്റെ വസ്ത്രവിളം പുലയുന്നത് കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ വസ്ത്രവിളം പുലയുന്നത് കണ്ടിട്ടുണ്ട്. അന്നത്തെ നമ്മുടെ ഒരു
പ്രായത്തിൻ്റെയൊക്കെ അപക്വത കൊണ്ട് നമ്മളതിനെ ഗൗരവമായിട്ട് എടുത്തില്ലെന്ന് മാത്രമല്ല ഇത്തിരി പരിഹസിക്കുകയും ചെയ്തു. ഇതൊക്കെ തോന്നലാണെന്നുള്ള മട്ടില്ല. എന്നാൽ ഒരു മധ്യവയസ്സിലെത്തുമ്പോൾ ആഗ്രഹിക്കുന്ന ഇതാണ്, ദൈവമേ, നടന്നു പോകുമ്പോൾ നിൻ്റെ വസ്ത്രവിളമ്പ് മുമ്പിൽ കാണുവാൻ. അങ്ങനെ അവിടുത്തെ വസ്ത്രവിളമ്പ് കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന കുറേയധികം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ആരോ ഒരാൾ ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട്. ഈ അറിവിൻ്റെ പേരാണ് മോക്ഷം. ആരോ ഒരാൾ. പഴയ നിയമത്തിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ പകൽ മേഘമായും രാത്രി അഗ്നിയായിട്ടും ആരോ നിങ്ങൾക്ക് കൂട്ടുവരുന്നുണ്ട്. 24 മണിക്കൂറും ഒരാൾ. അതാണ് ഈ പകൽ മേഘം രാത്രി അഗ്നി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ മനുഷ്യനെ നമ്മളിങ്ങനെ നല്ല കള്ളെന്നൊക്കെയാണ് പറയുന്നത്. അയാളെക്കുറിച്ച് കുറേ കഥകളുണ്ട്. വിശേഷിച്ചും ഇങ്ങനെ യേശുവിൻ്റെ പിറവിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോലെ ഈ നല്ല കള്ളൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മേരിയും ജോസഫും കൂടി കുഞ്ഞുമായിട്ട് ഒളിച്ചോടുമ്പോൾ ആ കുഞ്ഞിനെ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഈ മനുഷ്യനാണെന്നൊക്കെയുള്ള പാരമ്പര്യമുണ്ട്. അന്നിങ്ങനെ അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ സുരക്ഷിതനായി കൊടുക്കുമ്പോൾ അമ്മ ഈ മനുഷ്യനോട് പറഞ്ഞു അത്രേ, ഇന്ന് നീ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചു, നാളെ ഒരു ദിവസം എൻ്റെ കുഞ്ഞ് നിന്നെയും രക്ഷിക്കും. അങ്ങനെ കുറേ അധികം കഥകളുണ്ട് ഈ മനുഷ്യനെക്കുറിച്ച്. അയാൾക്ക് പേര് പോലും പാരമ്പര്യം കൊടുത്തിട്ടുണ്ട്. അയാളെക്കുറിച്ച് അധികം കേൾക്കാത്ത ഒരു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ വിചാരത്തിലേക്ക് പ്രവേശിക്കാം. അതിതാണ്, ഇയാൾ മരിച്ചില്ല. ഇങ്ങനെ സാപത്താണ്. പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശരീരങ്ങൾ ഇങ്ങനെ ഇറക്കിക്കെടുത്തേണ്ട ബാധ്യതയുണ്ട്. ഇടിമിന്നലും മഴയുമൊക്കെ ഉണ്ടായി. യേശുവിൻ്റെ മരണത്തോട് അതൊക്കെ സംഭവിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും ശരീരങ്ങളിങ്ങനെ ഇറക്കിക്കിടത്തുമ്പോൾ അതിന് സഹായിക്കാനായിട്ട് കൂടിയ സ്ത്രീകളിൽ ഒരുവള് അയാളുടെ കൈത്തണ്ടയല്ല പിടിച്ചത്. പെട്ടെന്ന് ജീവൻ്റെ സംരക്ഷകരെന്ന നിലയിൽ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ഒരു ചെറിയൊരു നാഡീമിടിപ്പുണ്ട്. എൻ്റെ അർത്ഥം അയാൾ പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ല. അവരാ രഹസ്യം അവരോട് പറഞ്ഞില്ല, പട്ടാളക്കാരോട് പറഞ്ഞില്ല. പകരം പറഞ്ഞു, ഇയാളെ ഞങ്ങൾ കൊണ്ടുപോയി സംസ്കരിച്ചോട്ടെ. ഓ ആവട്ടെ. ഉത്തരവാദിത്തങ്ങളൊക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു. അങ്ങനെ സ്ത്രീകളും യോഹന്നാനും കൂടി ഈ മനുഷ്യനെ അവരൊരാളുടെ കുടിലേക്ക് കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് മാത്രം നൽകാവുന്ന പരിചരണത്തോടും ശ്രദ്ധയോടും കൂടി അവർ ഈ മനുഷ്യനെ ശുശ്രൂഷിച്ചു. അയാളുടെ അണയാൻ പോയ ജീവൻ്റെ നാളത്തെ തിരികെ പിടിച്ചു. അയാൾ മരിച്ചില്ല. കുരിശിൽ ഏറ്റുമെന്നുള്ളത് മാത്രമേ വിധിയുള്ളൂ. കുരിശ് മരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അയാളുടെ പ്രശ്നമല്ല, മറിച്ച് വിധി നടപ്പാക്കിയവരുടെ അപാകതയാണ്. അതുകൊണ്ട് ഇനി അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ കാലത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഈ മനുഷ്യൻ ഗർഭഗൃഹത്തിൽ നിന്ന് പുറത്തു വരുന്നത് കണക്ക് പുറത്തേക്ക് വരികയാണ്. പക്ഷേ പ്രശ്നമുണ്ട്. ഇങ്ങനെ മുട്ടുകാലൊടിഞ്ഞ ഒരാളാണ്. ഊന്നുവടികൾ ആവശ്യമുണ്ട്. കാരണം മരിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും മുട്ടുകാൽ ഒടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആരും എൻ്റെ ജീവൻ എന്നിൽ നിന്ന് എടുത്തതല്ല, ഞാൻ സ്വയമേ അർപ്പിച്ചെന്ന് എൻ്റെ ശരീരഭാഷയായിട്ട് യേശു കടന്നു പോയിട്ടുണ്ട്. ആർക്കും അവൻ്റെ ജീവനെ ഊതി അണക്കാൻ പറ്റത്തില്ല. അയാൾ വേണ്ടെന്ന് വെക്കുവോളം. പിന്നെ ഈ 2 കള്ളന്മാരെന്ന് പറയുന്നവരെ മുട്ടുകാലാണ്. എന്തിനാ ഇങ്ങനെ അത് തല്ലി ഒടിക്കുന്നത്? ഒന്നിങ്ങനെ എളുപ്പത്തിൽ ചോര വാർന്ന് മരിക്കാൻ വേണ്ടിയാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാരണം, ഈ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ശ്വാസമെടുപ്പുണ്ട്. ആ ശ്വാസം എടുക്കുന്നത് ഇങ്ങനെ കാലിങ്ങനെ കാൽപാദം കുത്തി കുരിശുമരത്തിൽ നിന്നുകൊണ്ടിങ്ങനെ വലിച്ചെടുക്കണം. അത്തരമൊരു സാധ്യത അവശേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുട്ടടിച്ച് കളയണം. അതുകൊണ്ട് അയാൾക്ക് ഊന്നുവടികൾ ആവശ്യമുണ്ട്. അയാൾ ആ ഊന്നുവടികളിൽ പുറത്തേക്ക് വരികയാണ് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ എതിരെ വന്ന ഒരു സംഘം മനുഷ്യർ, അവരിലൊരാൾ ഇങ്ങനെ പറഞ്ഞു, കണ്ടില്ലേ, മരണത്തിന് പോലും വേണ്ടാത്തൊരുത്തൻ്റെ പോക്ക്. കണ്ടില്ലേ, മരണത്തിന് പോലും വേണ്ടാത്തൊരുത്തൻ്റെ പോക്ക്. ആളിങ്ങനെ കണ്ണിങ്ങനെ മുറുക്കെ അടച്ചു. എന്നിട്ടും കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അപമാനം കൊണ്ടല്ല,
അയാൾ കരഞ്ഞത്. അയാളോട് തന്നെ പറയുകയായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ നടന്നു പോകുന്നത് നിങ്ങളുടെ ഇടവഴികളിലൂടെയാണെന്ന്. അല്ല, ആ പ്രഭു എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സഞ്ചരിക്കുന്നത് ഇനി മുതൽ പർദീസയിലൂടെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം ആ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ച് ഞാൻ മരങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുക. ഐ ആം വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എമിഡ്സ്റ്റ് ദ വുഡ്സ്. ചില മനുഷ്യരെ നിങ്ങളെക്കാൾ തകർന്നവരായിട്ടും ഞെരുങ്ങിയവരായിട്ടും ഇടറിയുമൊക്കെ നടന്നു പോകുമ്പോൾ മനസ്സിൽ കരുതരുത് അവർ നടന്നു പോകുന്നത് നിങ്ങളുടെ ഇടവഴികളിലൂടെയും നിങ്ങളുടെ ഇടനാഴികളിലൂടെയുമാണെന്ന്. ആരറിഞ്ഞു അവർ നടന്നു പോകുന്നത് ആ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ച് മരങ്ങൾക്കിടയിലൂടെ അല്ലെന്ന്. രണ്ടതാണ് എനിക്ക് മോക്ഷം സാധ്യം. വാക്ക് വിത്ത് ദ മാസ്റ്റർ. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ സദാ പ്രാർത്ഥിക്കുക. സദാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സദാ സ്നേഹിക്കുക എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മളൊരാളെ സദാ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മളെ പൊതിഞ്ഞ് അയാളുടെ ഓർമ്മ സദാ നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ സദാ സ്നേഹിക്കുക എന്ന് പറയുന്നത് ലളിതമാണ്. ഒരു ഓർമ്മയിൽ ഇങ്ങനെ സഞ്ചരിക്കാനാവണം. എവിടെയായിരിക്കുമ്പോഴും, കറക്കി നുറുക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴും, വസ്ത്രം തുന്നുമ്പോഴുമൊക്കെ എന്നെ പൊതിഞ്ഞൊരു മേഘമുണ്ട്. പഴയ നിമിത്തം നമ്മൾ വായിച്ചു കേൾക്കുന്നില്ലേ, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്ന് അവരെ പൊതിഞ്ഞു. അതതിൻ്റെ രണ്ടാമത്തത്. മൂന്നാമതായിട്ട് മനുഷ്യന് കൂട്ടാവശ്യമുണ്ട്. 2 ഒറ്റപ്പെട്ട മനുഷ്യരാണ് കുരിശിൻ ചുവട്ടിൽ. ഒന്ന് മേരി. തൽക്കാലം ആരുമില്ല അവൾക്കിപ്പോൾ ഭൂമിയിൽ. പാരമ്പര്യം പറയുന്നതനുസരിച്ചിട്ട് ജോസഫ് നേരത്തെ മരിച്ചിട്ടുണ്ട്. ഏകമകനാണ് ഇപ്പോൾ തൊട്ടു മുമ്പിൽ കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും ഈ മേരിയെക്കുറിച്ചൊക്കെ എന്ത് ലാഘവത്തോടെയാണ് പറയുന്നത്. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ മേരി നിന്നിരുന്നു. നിങ്ങളുടെ കുഞ്ഞിനെ കാതുകുത്തിക്കാൻ പോയൊരു അനുഭവം ഓർമ്മിച്ചേ. ചെറിയ മകളെ നിങ്ങൾ കാതുകുത്തിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ട് ഈ കൂട്ടത്തിൽ അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയ എത്ര അച്ഛനും അമ്മയും കുഞ്ഞിൻ്റെ കാതുകുത്തുന്നത് ഇങ്ങനെ ചങ്ക് പിളരാതെ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും താങ്ങാനായിട്ട് നമുക്ക് പറ്റണില്ല. നമ്മളാണ് കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു മരിക്കുന്നത് കണ്ട് താഴെ മേരി നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒറ്റക്കൊരു സ്ത്രീ നിൽക്കുക. ഇപ്പോഴത്തെ ആവട്ടെ വേറൊരാളുമുണ്ട്, യോഹന്നാൻ എല്ലാവരും ഉണ്ട്. അയാളുടെ അമ്മ അയാളോടൊപ്പം തന്നെ സഞ്ചരിച്ചതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ സൂചനകളുണ്ട്. സബദീപുത്രന്മാരുടെ അമ്മ. എൻ്റെ അർത്ഥം ഒരു മകൻ കൂടി കൂടുണ്ട്, ഒരു സഹോദരൻ കൂടുണ്ട്, കുറേ ചങ്ങാതിമാർ. എന്നിട്ടും അയാളും ഒറ്റയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ ഒറ്റയാകുന്ന മനുഷ്യരുമുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന കണക്ക് ഒറ്റപ്പെട്ട മനുഷ്യരുമുണ്ട്. 2 പേരുടെയും പ്രശ്നം ഏകാന്തതയാണ്. യേശു അവരോട് പറഞ്ഞു, ചേർന്ന് നടക്കുക. അവനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. അപ്പം 3 അതാണ്. മനുഷ്യനിങ്ങനെ ഒറ്റക്കുള്ള യാത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ടവരിലേക്ക് കുറേ കൂടി ശ്രദ്ധ വേണം. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മൾ പറയാറില്ലേ, നമ്മളുടെ ശിരസ് യേശുവാണ്, ശരീരം സഭയും. എന്താ ഈ ശിരസ് യേശുവും ശരീരം സഭയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ശിരസ് ഇങ്ങനെ ഭാവന ചെയ്യുന്ന ഇടവാ, വിഷ്വൽ ചെയ്യുന്ന ഇടവാ. യേശു നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഇങ്ങനെ ഭാവന ചെയ്യുന്നുണ്ട്. ആ കാണുന്ന ഭാവനയുടെ പൂർത്തീകരണം സംഭവിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ കാര്യങ്ങളിലൂടെ. ഇതാണ് യേശു ശിരസും സഭ ശരീരമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. യേശു എന്തൊക്കെ ഭാവനയെ കണ്ടിട്ടുണ്ടോ അതൊക്കെ ഈ ശരീരം കൊണ്ട്, സഭയെന്ന് പറയുന്ന ശരീരം കൊണ്ടാണ് പൂർത്തിയാവേണ്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്ന് പറയുന്ന യേശു മൊഴികൾ പൂർത്തിയാവേണ്ടത് നമ്മളിലൂടെ. ഒരാളെയും ഇങ്ങനെ ഒറ്റക്ക് വിട്ട് കളയരുത്. എന്ത് കാരണം കൊണ്ടായാലും, ചിലപ്പോൾ അവരുടേതായ കാരണം കൊണ്ടാണെങ്കിൽ പോലും. അപ്പം അതതിൻ്റെ ഒരു മൂന്നാമത്തതാണ്.
ഒറ്റപ്പെട്ട മനുഷ്യരിലേക്ക് കുറേ കൂടി ശ്രദ്ധ. 2000 വർഷം മുമ്പ് ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ ശിഷ്യസമൂഹത്തെ അയക്കുമ്പോൾ, സാർത്ഥവാഹക സംഘത്തെ അയക്കുമ്പോൾ യേശു അവരോട് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു, നിങ്ങൾ 2 പേര് വെച്ച് പോകണം. 2 പേര് വെച്ച് പോകണം. അതിൻ്റെ അർത്ഥം 70 പേരെ വിടുകയാണെങ്കിൽ 35 ഇടത്തോട്ട് പോയാൽ മതി എന്നേ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ധാരണ അനുസരിച്ചിട്ട് ഈ 70 പേര് 70 ഇടത്തേക്ക് പോകുന്നതല്ലേ ഭംഗി? അതല്ലേ കുറേ കൂടി നല്ലത്? അല്ല, 35 പേർക്ക് കൂട്ടുണ്ടാവുകയാണ് ഏറ്റവും പ്രധാനം. ആരും ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. അപ്പോൾ കുറേ കൂടി ഈ നമ്മുടെ ഇടയിലുള്ള ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ചിലപ്പോൾ അതിങ്ങനെ വാർദ്ധക്യം കൊണ്ടാവാം, രോഗം കൊണ്ടാവാം, സംഭവിച്ച ജീവിതത്തിൽ ഏതെങ്കിലും ഇടർച്ച കൊണ്ടാവാം, അവരിലേക്ക് കുറേ കൂടി നനവാർന്നൊരു നോട്ടം നമുക്ക് ആവശ്യമില്ലേ? പണ്ടിങ്ങനെ ഒരു ജർമ്മൻ ഗ്രാമത്തിലെ പള്ളി ബോംബിങ്ങിൽ തകർന്നു. പള്ളിയുടെ മുഖപ്പിലായിട്ട് ദേശത്തെ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ഒരു പ്രതിമയും ഉണ്ടായിരുന്നു. പിന്നീട് പള്ളി പുതുക്കി പണിയുമ്പോൾ ഈ പ്രതിമയെ കിട്ടുന്നത് ഒടിഞ്ഞ കൈകളോടുകൂടിയാണ്. എല്ലാം പുതുക്കുന്ന കൂട്ടത്തിൽ ഈ കൈയും പുതുക്കി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വയോധികനായ വൈദികൻ പറഞ്ഞു, ആ രൂപം കൈയില്ലാതെ തന്നെ പള്ളിയുടെ മുഖപ്പി ഇരുന്നോട്ടെ. യുദ്ധത്തിൻ്റെ ഒരു ഓർമ്മ കണക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ കൈയില്ലാത്തൊരു യേശു ഇങ്ങനെ പള്ളിയുടെ മുഖപ്പിലാണ്. അതിന് താഴെയായിട്ട് പിന്നീട് ആരോ ഒരു വരി എഴുതി ചേർത്തു, എനിക്ക് നിങ്ങളുടേതല്ലാതെ വേറെ കരങ്ങളില്ല. ഈ കൈകളിലൂടെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഈ കൈകളിലൂടെയാണ് നമ്മൾ അണച്ചു പിടിക്കേണ്ടത്. ഈ കൈകളിലൂടെയാണ് കണ്ണീര് തുടക്കേണ്ടത്. ഈ കൈകളിലൂടെയാണ് ഒരു വയോധികനെ പള്ളിയിലേക്ക് പിടിച്ചുകൊണ്ട് വരേണ്ടത്. ഈ കൈകളിലൂടെയാണ് ഒരു കുഞ്ഞിനെ സീബ്ര ലൈൻ കടക്കാനായിട്ട് സഹായിക്കേണ്ടത്. എനിക്ക് നിങ്ങളുടേതല്ലാതെ വേറെ കരങ്ങളില്ല. യേശു ശിരസും പള്ളി കയ്യുക. അവിടുന്ന് എന്തൊക്കെ ഭാവനയിൽ കണ്ടോ അതൊക്കെ ഈ പള്ളിയുടെ കയ്യിലൂടെ സംഭവിക്കണം. ഇതാണ് അതിൻ്റെ ഒരു മൂന്നാമത്തത്. ഒരാളെയും ഇങ്ങനെ യേശു അനാഥനാക്കി വിടില്ല. എവിടെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ മനുഷ്യർ ഒറ്റയാകും തോന്നുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടി അവരെ കവർ ചെയ്യും. ഉദാഹരണത്തിനായിട്ട് ശിഷ്യന്മാർ കാണിക്കുന്ന ചില അപാകതകൾ. സാബത്ത് ദിവസം വയൽവരമ്പിലൂടെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കതിർമണികൾ കവർന്നെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. പ്രദേശത്തുള്ള മനുഷ്യർ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരെന്താണ് ശാബത്ത് പാലിക്കാത്തത്? നിൻ്റെ ശിഷ്യന്മാരെന്താ ഈ ഗോതമ്പുണിയിൽ പൊട്ടിച്ചെടുക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇത് ശിഷ്യന്മാർക്കെതിരായിട്ടുള്ള ആരോപണമല്ല, മറിച്ച് ആർക്കെതിരായ ആരോപണമാണ്? ഗുരുവിനെതിരായിട്ടുള്ള ആരോപണം. ഒരു വീടിനകത്തൊക്കെ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയുന്നതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളെയല്ല വഴക്ക് പറയുന്നത്, മറിച്ച് മുതിർന്നവരെ വളർത്തൂഷ്യം എന്ന് പറഞ്ഞൊരു സൂചന അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോൾ മുതിർന്നവർ, വിശേഷിച്ച് അമ്മമാർക്ക് ഇത്രയും ഹർട്ടുണ്ടാവുന്നത്. കാരണം തങ്ങളിലേക്ക് നീളുന്ന ഒരു സൂചന അതിനകത്തുണ്ടെന്ന് അവർക്ക് ഭയമുണ്ട്. അപ്പം അത് തന്നെ ഇവിടെ നടക്കണം. അത് വാസ്തവത്തിൽ യേശുവിലേക്ക് നീളുന്നൊരു സൂചനയാണ്. ലോകത്തെ ഏതൊരു ഗുരുവും ചെയ്യാൻ പോകുന്നൊരു കാര്യം വളരെ ലളിതമായിട്ടും ഓർമ്മിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അയാളെന്ത് പറയും? നിങ്ങളോട് ഞാനിതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതല്ലേ, നിങ്ങളായിട്ട് എനിക്ക് പേരുദോഷം വരുത്തിയല്ല. പക്ഷേ യേശു അങ്ങനെയല്ല. അടുത്ത വരി എന്താണ്? യേശു പറഞ്ഞു, ഓ, ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല. എനിക്കൊരു അപ്പൂപ്പനുണ്ടായിരുന്നേ, ദാവീദെന്നാ പേര്. വിശന്നപ്പ പുള്ളി ചെയ്ത പരിപാടി അറിയാവോ? വിശന്ന പുള്ളിക്കൊരു കണ്ണും കാണത്തില്ല. നേരെ പള്ളിയിലോട്ട് ചെന്നിട്ട് സക്രാരി തുറന്ന് അതിനകത്തിരിക്കണ അപ്പം, പുരോഹിതർ മാത്രം ഭക്ഷിക്കുന്ന കാഴ്ച അപ്പം എടുത്ത് ഭക്ഷിച്ചു, കൂട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഇത് ചീള് കേസാണ്, കുഞ്ഞു കാര്യം. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കുലീനമാണ്. അപ്പോൾ മോഷ്ടിച്ച് പള്ളി കയറി കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ച് കൂട്ടുകാർക്ക് വിളിച്ചു കൊടുത്ത് ഒരു ഭംഗിയില്ല. എന്നിട്ടും ഭംഗിയില്ലാത്ത തൻ്റെ
കുടുംബവിഷത്തിൻ്റെ പരാമർശങ്ങൾ ഈ മനുഷ്യൻ പറയുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ പിള്ളേർ ഒറ്റയായി പോവും. തൽക്കാലം പിള്ളേരെ സംരക്ഷിക്കാനായിട്ട് ഇതേ വഴിയുള്ളൂ. അപ്പം ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത്തിരി ഒരു ആത്മവിശ്വാസക്കുറവ് തട്ടുന്ന സമയത്ത് ചേർത്ത് പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വേദപുസ്തകത്തിലെ വരി മാത്രം വായിച്ചാൽ പോരാ. പൗലോസ് പറയുന്ന കണക്ക് യേശുവിൻ്റെ മനോഭാവം എന്താണെന്ന് കൂടി ധ്യാനിക്കണം ഓരോ സമയത്തും. ഇല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരിടത്ത് വിരുന്നിരിക്കുമ്പോൾ ഒരു സ്ത്രീ കൊണ്ടുവന്നിട്ട് 300 ദനാറ വിലയുള്ള പരിമള തൈല ഭരണി അവൻ്റെ കാൽപാദങ്ങളിലൂടെ അഭിഷേകം ചെയ്തു. 300 ദനാറ എന്ന് പറയുന്ന കൊച്ചു തുകയൊന്നുമല്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റുന്ന സംഭവം വായിക്കുമ്പോൾ എൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഫിലിപ്പോസ് പറയുകയാണ് 200 ദനാറ ഉണ്ടായിരുന്നെങ്കിൽ മതിയായനെ. അർത്ഥം എന്താണ്? പുരുഷാരങ്ങളെ കൂട്ടാൻ 200 ദനാറ മതി. അപ്പോഴാണ് ഒരു ചെറിയ സെൻറ്റ് കുപ്പി 300 ദനാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കാലെ ഉടച്ചു കളയണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ യേശു ഇത് അഭിലഷിക്കുന്നതായിട്ട്? യേശുവിൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പാടില്ലേ? യേശുവിന് മനസ്സിലായി ഈ ചർച്ച മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് പരിക്കുണ്ടാവും. അതുകൊണ്ട് യേശു എന്ത് പറഞ്ഞു? ദരിദ്രർ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും, ഞാൻ എപ്പോഴും ഉണ്ടാവില്ല. എൻ്റെ സംസ്കാര ദിനത്തിന് വേണ്ടി അവൾ നേരത്തെ ചെയ്യുന്നത് കരുതിയാൽ മതി എന്ന് യേശു പറയണ രീതിയൊന്നുമില്ല. യേശുവിൻ്റെ ട്രാക്കല്ല. പിന്നെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതേ മാർഗമുള്ളൂ. അപ്പോൾ ചില സമയത്ത് നീതിപൂർവമല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്തിട്ട് യേശു ഒരു പക്ഷേ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വീടിനകത്തൊക്കെ അയാൾക്കും അവൾക്കുമിടയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ എടുത്താൽ മതി. പലപ്പോഴും അവൾ പറയുന്ന പരാതിക്കകത്ത് കുറച്ച് നീതിബോധത്തിൻ്റെ കുറവുണ്ടെന്നൊക്കെ അയാൾക്കറിയാം. എന്നാൽ പോലും അവളെ ചേർത്ത് പിടിക്കുകയാണ്. അവളുടെ കൈക്ക് മദ്ബഹയുടെ മുമ്പിൽ വെച്ച് മുറുകെ പിടിച്ച ഒരാളെന്ന നിലയിൽ അയാളുടെ ധർമ്മം. അതുകൊണ്ടൊക്കെയാണല്ലോ യേശു പറയുന്നത്, പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് സ്ത്രീയോട് ചേരും. ഇനി അവളുടെ അവകാശങ്ങളെ, അവളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുകയാണ് അയാളുടെ ധർമ്മം. ഇതൊക്കെയാണ് മൂന്നാമത്തെ. മനുഷ്യന് ഒരു കൂട്ടാവശ്യമുണ്ട്. ആർക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഇടവക സമൂഹത്തെയാണ് ഞാൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. 300ഓളം വീടുകളെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ അറിയാൻ പറ്റുന്ന വിധത്തിൽ ഇഴയെടുപ്പം സാധ്യമായ ഒരിടം. പലപ്പോഴും വലിയ ഇടവുകളിലൊന്നും അത് സാധ്യമല്ല. വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതാണ്. കൂട്ടത്തിൽ ആരൊക്കെയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണം. ഈ നാട്ടിൻപുറത്തെ നമ്മുടെ പാവം അമ്മമാർ പോലും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല മീനൊക്കെ വീടിനകത്ത് പാകപ്പെട്ട് കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഒരു കോപ്പയ്ക്കകത്ത് 3-4 കഷ്ണങ്ങൾ ഇട്ടിട്ട്, ഏറ്റവും നല്ല കഷ്ണങ്ങൾ എടുത്തിട്ട് പറയും, ഒറ്റയ്ക്ക് പാർക്കണ ആ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കുക. നമ്മുടെ മാതാപിതാക്കന്മാരോടെങ്കിലും നമ്മളും കുലീനത പുലർത്തണ്ടേ? അപ്പോൾ 3. അപ്പം ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചാൽ നല്ലതാണ്. ഇതൊരു പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള സൗഹൃദം. അതുകൂടി നമ്മുടെ കാലത്തിൽ നമ്മളൊന്ന് ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. പൊതുവെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നിർമ്മലമായ സൗഹൃദം സാധ്യമല്ലെന്ന് നമ്മുടെ കാലം, വിശേഷം നമ്മുടെ ഈ മലയാളി സംസ്കാരം വിശ്വസിക്കുന്നു. കാര്യം നമുക്കിത് യോഹന്നാനും ഇങ്ങനെ ഈ പറയുന്ന മാതാവുമൊക്കെ തന്നെ. പക്ഷേ അവരുടെ കാലത്തിൽ അവർ രണ്ടുമായിരുന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും മാത്രം. ഒരു പുരുഷനും സ്ത്രീക്കും ഇടയിൽ സുഗന്ധമുള്ള ബന്ധങ്ങൾ സാധ്യമാണെന്ന് ലോകത്തോട് തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സുഗന്ധമുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങൾ. അസിസിലെ ഫ്രാൻസിലൊക്കെ നമ്മൾ വായിക്കുന്ന കണക്ക് കുറേ കാലമായി ഫ്രാൻസിസ് ഇങ്ങനെ ക്ലാരയുടെ മഠത്തിൽ പോകുന്നില്ല. ഇപ്പോൾ സഹോദരിമാർ കുമ്പസാരക്കാരൻ വൈദികനോട് പറഞ്ഞു വിടുന്നുണ്ട്, ഞങ്ങളെ വന്ന് കാണാം. ഫ്രാൻസിസ് പോകുന്നില്ല. ഇത്തവണ കുമ്പസാരക്കാരൻ വൈദികൻ ശരിക്കും ശടിച്ചു. എത്ര കാലമായി പെങ്ങന്മാരത് പറയണ, എനിക്ക് എന്തുകൊണ്ട് പോയി കണ്ടുകൂടാ? അപ്പോൾ ഫ്രാൻസിസ് വളരെ വിനയപൂർവ്വം പറഞ്ഞു, പോയി കാണാം. സന്തോഷമായി. എപ്പോൾ പോയി കാണും? അപ്പോൾ പറഞ്ഞു,
ഞങ്ങളുടെ ആശ്രമത്തിനും അവരുടെ ആവൃത്തിക്കും മഠത്തിനുമിടയിലുള്ള ആ ദീർഘമായ കല്ലുപാകിയ പാത മുഴുവൻ വെള്ളപ്പൂക്കൾ വിരിയുന്ന അന്ന്. ഒന്നുകൂടി പറഞ്ഞ്, കല്ലുപാകിയ പാത മുഴുവൻ വെള്ളപ്പൂക്കൾ വിരിയുന്ന അന്ന്. അതിൻ്റെ അർത്ഥം ഒരിക്കലും പോകില്ലല്ലെന്ന്. എന്നിട്ട് വിഷാദത്തോടു കൂടി ആ വൈദികൻ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു, അസീസ് മുഴുവൻ വെള്ളപ്പൂക്കളാണ്. പാറ വെള്ളപ്പൂക്കൾ, പാതയിൽ വെള്ളപ്പൂക്കൾ, മതിലെ വെള്ളപ്പൂക്കൾ, വേലിയ വെള്ളപ്പൂക്കൾ, കെട്ടിടങ്ങളിൽ വെള്ളപ്പൂക്കൾ, നിറയെ വെള്ളപ്പൂക്കൾ വിരിയുന്ന വഴികളിലൂടെ ചില നിർമ്മലമായ സൗഹൃദങ്ങൾ ഇനിയും സാധ്യമാണ്. വെള്ളപ്പൂക്കളുള്ള ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് കൂട്ടം. നമുക്ക് ഈ ചിന്തയെ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കൂട്ടുകാരെ ഓർമ്മിക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് പ്രേരണ നൽകിയവരാ നല്ല കൂട്ടുകാർ. ആരും വിചാരിക്കരുത് ഈ കൂട്ടെന്നൊക്കെ പറയുന്നത് വീടിന് പുറത്താണെന്ന്. ആദ്യം ഉറ്റവരിൽ നിന്ന് തന്നെ ഈ കൂട്ടൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 13 വയസ്സായപ്പോൾ ഞാൻ വലുതായി. എന്താ കാര്യം? സ്കൂൾ അധ്യാപകനായ അപ്പൻ ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, എയർപ്രൈസിരിക്കുക, അല്ലെങ്കിൽ മുറിയിലിരിക്കുക. ഒരു കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ? ആ ദിവസമാണ് 12-13 വയസ്സുള്ളൊരു ആൺകുട്ടി വലുതായത്. കാരണം അവൻ്റെ അപ്പൻ അവനെ പരിഗണിക്കുന്നത് കൂട്ടായിട്ടാണ്. എല്ലാ ബന്ധങ്ങളുടെയും ആ എലവേറ്റഡ് എന്ന് പറയുന്ന ഒരു തലം അതാണ്. കൂട്ടായിട്ടിങ്ങനെ എടുക്കുക. അമ്മ മകളെ കൂട്ടായിട്ട് കണക്കാക്കുന്നു, മകൾ അമ്മയും കൂട്ടായിട്ട്. മകൾ അമ്മയെ കൂട്ടായിട്ട് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ഈ ചെറിയ മക്കളെയൊക്കെ ഇങ്ങനെ വല്ലാതെ പ്രശ്നത്തിലാക്കുന്ന കുറേ അധികം കെണികളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തൊരു മുക്തി ഉണ്ടായേനെ. കൂട്ട ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള കാര്യം. അതുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ യേശു പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് മാത്രം. ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് മാത്രം. ആ ഉടമ്പടിക്ക് ശേഷം ഏതാനും മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ ആ ഉടമ്പടിയിൽ നിന്ന് പുറത്തായി. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അയാൾ മുമ്പോട്ട് വന്നു. ചതിക്കാനായിട്ട് വന്ന ഒരാളാണ്, നമുക്കറിയാം. യേശു അപ്പോഴും അയാളെ വിളിച്ച വാക്കെന്താണ്? സ്നേഹിത. സ്നേഹിത. ഒരു ചങ്ങാതി ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ ചങ്ങാത്തം അവസാനിക്കുന്നില്ല. പ്രണയം പോലെ, വിവാഹം പോലെ സൗഹൃദവും അവസാനത്തോളം ഉടമ്പടി. രണ്ടിലൊരാൾ അവിശ്വസ്തത കാണിച്ചു, അപക്വത കാണിച്ചു എന്നത് നിങ്ങളതിനകത്തുനിന്ന് പിന്തിരിഞ്ഞ് നടക്കാനായിട്ടുള്ള കാരണമല്ല. നല്ല കൂട്ടുകളെ ആഘോഷിക്കുക. വിശേഷിച്ചിത്തിരി വായനയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം നല്ല കൂട്ടുകൾ ഓർക്കുമ്പോൾ ആദ്യം ഓർക്കണം ഈ വാൻ ഗോക്കും തിയോ എന്നും പറഞ്ഞ ആൾക്കിടയിലുള്ള കൂട്ടാണ്. വാൻ ഗോക്ക് ഇങ്ങനെ ഇന്ന് അയാളുടെ ചിത്രങ്ങൾക്ക് ലോകത്തെ ഏതൊരു ചിത്രകാരൻ്റെ ചിത്രങ്ങളെക്കാളും മൂല്യമുണ്ട്. പക്ഷെ ജീവിച്ചിരുന്ന കാലത്തിൽ അയാളുടെ സ്വപ്നജീവി മാത്രമായിരുന്നു. എന്നോ താൻ വരക്കാൻ പോകുന്ന നല്ല പടങ്ങൾ, എന്നോ മനുഷ്യ മൂല്യമുള്ളതായിട്ട് കരുതാൻ പോകുന്ന തൻ്റെ ജീവിതവും കലാജീവിതവും എന്നൊക്കെ അയാളിങ്ങനെ സങ്കല്പിച്ച് ജീവിക്കുക. അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ സങ്കല്പ ജീവിതത്തിന് വേണ്ടി അനുജൻ പണിക്ക് പോയി. നന്നായിട്ട് പണിതു. അപ്പവും വെള്ളവും മാത്രം കുടിച്ച് ദിവസങ്ങൾ മുമ്പോട്ട് നീക്കി. എന്നിട്ട് കിട്ടണ മുഴുവൻ ശമ്പളവും കൃത്യമായിട്ട് ജ്യേഷ്ഠൻ അയച്ചു കൊടുത്തു, ഈസൽ വാങ്ങാനായിട്ട്, വർണ്ണങ്ങൾ വാങ്ങാനായിട്ട്. ചേട്ടനനുജനോ പക്ഷേ ജീവിച്ചത് അങ്ങനെയല്ല, ഉറ്റ കൂട്ടുകാരെ കണക്കാണ്. ഒടുവിൽ വാൻ ഗോക്ക് മരിക്കുമ്പോൾ വളരെ ഇങ്ങനെ ഒരു പ്രായമൊക്കെ എത്തുന്നതിന് മുമ്പ് മരിച്ച ഒരാളാണ് വാൻ ഗോക്ക്. തിയോയും അധികം കാലം ജീവിച്ചിരുന്നില്ല. സഹോദരൻ്റെ പേര് തിയോ എന്നാണ്. വാൻ ഗോക്കും തിയോയും. വായനയിൽ താല്പര്യമുള്ളവർക്ക് ഈ വാൻ ഗോക്ക്
തിയോക്ക് എഴുതിയ കത്തുകളൊക്കെ ഇങ്ങനെ മലയാളത്തിലൊക്കെ ലഭ്യമാണ്. വായിച്ചു നോക്കിയാൽ നല്ല കൂട്ട്. നമുക്ക് നമ്മുടെ നല്ല കൂട്ടുകാരെ ഓർമ്മിക്കാം. കണ്ട ചിന്തകളെ നമുക്കൊന്ന് ഓർമ്മിച്ച് പ്രാർത്ഥനയാക്കിയിട്ട് പതിവ് പോലൊരു 10 മിനിറ്റ് ബ്രേക്ക് ആവാം. നമ്മൾ പറഞ്ഞത് ഇതാണ്: ഒരാളുടെ അവസാന മൊഴികൾക്ക് വലിയ മൂല്യമുണ്ട്. അയാളുടെ ജീവിതം കൊണ്ട് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ചുരുക്കി എഴുതുന്നതാണ്, ഷോർട്ട് നോട്ടാണ് അവസാനത്തെ മൊഴി. 1-2 വരികളിൽ പെട്ടെന്ന് സ്ക്രിബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ അവസാനം അവിടുന്ന് എന്ത് പറഞ്ഞു എന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ അവിടുന്ന് പറഞ്ഞ 7 മൊഴികളിൽ 3 നമുക്ക് വേണ്ടിയാണ്. 1, എനിക്ക് മാപ്പുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. ഇവർക്ക് മാപ്പ് കൊടുക്കണമേ. ലോകം മാപ്പർഹിക്കുന്നുണ്ട്. വലിയ കടമിളവ് കിട്ടിയ മനുഷ്യൻ നിലയിൽ ചെറിയ ചെറിയ ഭാരങ്ങളും കയ്പുകളും ഉള്ളിക്കൊണ്ട് നടക്കുക ശരിയല്ല. 2, എനിക്ക് മോക്ഷമുണ്ട്. നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദീസയിലാണ്. 3, ലോകത്തിന് കൂട്ടാവശ്യമുണ്ട്. മാപ്പ്, മോക്ഷം, കൂട്ട്. പിന്നീടുള്ള 4 കാര്യങ്ങൾ യേശു തന്നോട് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അതും നമുക്കൊന്ന് വേഗത്തിൽ ഈ ഒരു ബ്രേക്കിന് ശേഷം കാണാമെന്ന് കരുതുന്നു. ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി അവസാനം നീ എന്താണ് ഞങ്ങളോട് പറയാൻ ശ്രമിച്ചതെന്ന് മാത്രം ഓർമ്മിച്ചെടുക്കാം. അവസാനം നീ ഞങ്ങളോട് എന്താണ് പറഞ്ഞത്? മാപ്പ്, മോക്ഷം, കൂട്ട്. എനിക്ക് മാപ്പുണ്ട്, മോക്ഷമുണ്ട്, കൂട്ടുണ്ട്. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അന്ത്യമൊഴികളിലും എനിക്ക് സുവിശേഷം തന്നവനെ. കർത്താവായ യേശുവേ, അന്ത്യമൊഴികളിലും എനിക്ക് സുവിശേഷം തന്നവനെ. മാപ്പ്, മോക്ഷം, കൂട്ട് എന്നിവയുടെ പൊരുൾ പഠിപ്പിക്കണമേ. മാപ്പ്, മോക്ഷം, കൂട്ട് എന്നിവയുടെ പൊരുൾ പഠിപ്പിക്കണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നല്ല കൂട്ടുകാരെ ഓർമ്മിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ നിന്നവർ, അപ്പനോ അമ്മയോ പെങ്ങളോ ഒക്കെ ആവാം, കൂട്ട്. അവരെ ഓർക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമുക്ക് അടുത്തിരിക്കുന്നവരുടെ കാര്യങ്ങൾ ചേർത്ത് പിടിക്കാം. ഒരു സെക്കൻഡ് അടുത്തിരിക്കുന്നവരുടെ കാര്യങ്ങളൊന്ന് ഏറ്റവും സൗഹൃദത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുപൂട്ടി ഭൂമിയിൽ പരസ്പരം ബലപ്പെടുത്തുന്ന ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് കൂട്ടുണ്ടാവട്ടെ. മാപ്പും മോക്ഷവും ഉണ്ടാവട്ടെ. ആശീർവദിക്കുക എന്നുള്ളതാണ് യേശു നമുക്ക് വെച്ച് നീട്ടുന്ന വലിയൊരു ധർമ്മം. യു ആർ മെന്റ് ടു ബ്ലസ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബോധപൂർവം കൈകളിങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്നത്. അതൊരു കൾച്ചറാണ്, ബ്ലെസ്സിങ്. കൈ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരാൾക്ക് എന്തുമാത്രം സ്നേഹത്തോടെ ഒരാളെ തൊടാനാകും അത്രയും സ്നേഹത്തോടെ തൊട്ട് കണ്ണുപൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പ്രതിസന്ധികളിൽ കൂട്ടാവണമേ. നിരാശയിൽ മാപ്പ് കൊടുക്കണമേ. വൈകുമ്പോഴും മോക്ഷമാവണമേ.
കർത്താവായ യേശുവേ, പ്രതിസന്ധികളിൽ കൂട്ടാവണമേ, നിരാശയിൽ മാപ്പ് കൊടുക്കണമേ, വൈകുമ്പോഴും മോക്ഷമാവണമേ. കർത്താവായ യേശുവേ, പ്രതിസന്ധികളിൽ കൂട്ടാവണമേ, നിരാശയിൽ മാപ്പ് കൊടുക്കണമേ, വൈകുമ്പോഴും മോക്ഷമേകണമേ. ആമേൻ. പ്രാർത്ഥിച്ച കരങ്ങളെ നമുക്കൊന്ന് ഉയർത്തി ചുംബിക്കാം. കരങ്ങളെ ചുംബിക്കാം.